തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന ആനയൂട്ട് ഇന്ന് 70-ലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിന് മുന്നോടിയായുള്ള ഗണപതി ഹോമവും പൂർത്തിയായി. CV അനുമോദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനുമോദ്, ചടങ്ങുകൾ എപ്പോഴാണ്? പാർവതി, നമ്മളിപ്പോൾ കാണുന്നത് ആനകളെയൊക്കെ തന്നെ വടക്കുംനാഥന്റെ സന്നിധിയിൽ ആനയൂട്ടിനായി നിർത്തിയിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴൊരു ചടങ്ങിന് പ്രായോഗികമായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ മഴയാണ്. 70ഓളം ആനകൾ ഈ ഒരു ആനയൂട്ടിന്റെ ഭാഗമായിട്ട് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി കെ രാജനടക്കമുള്ള അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ തൃശ്ശൂർ MLA പി ബാലചന്ദ്രനും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 9:45-ഓടെയാണ് ഈ ആനയൂട്ടിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം ഗുരുവായൂർ ദേവസ്വത്തെ ദേവി എന്ന ബിരിയാണിക്കാണ്, ലക്ഷ്മി എന്ന ബിരിയാണിക്കാണ് ആദ്യം ആനയൂട്ടിൻ്റെ ആദ്യ ഉരുള നൽകുക. തുടർന്ന് മറ്റാനകൾക്കും നൽകും. 67ഓളം ആനകൾ ഇതിനോടകം എത്തിച്ചേർന്നു എന്നാണ് അറിയുന്നത്. കൃത്യമായ കണക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കറിയാം, കാലങ്ങളായിട്ട് ഇത് തൃശ്ശൂരിൻ്റെ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് വടക്കുംനാഥൻ്റെ ഈ ആനയൂട്ടും അതേപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും. 84-ലെ ഏഷ്യാഡിന് ഇവിടെ നിന്നും ആനകൾ പോയ അവർക്ക് ശാരീരികമായിട്ട് അസുഖങ്ങൾ വന്നതിനെ തുടർന്ന് ഗണപതിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ഒരു ആനയൂട്ട് എന്ന ചടങ്ങ്. 42ാമത്തെ വർഷമാണ് ആനയൂട്ട് തൃശ്ശൂർ വടക്കുംനാഥ സന്നിധി നടക്കുന്നത്. കോവിഡ് കാലത്ത് പോലും ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ആനകൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മഞ്ഞൾപ്പൊടി, മരുന്ന്, ഔഷധക്കൂട്ട്, ചോറ്, അതിന് പുറമെ ഫലവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് ഈ ആനയൂട്ടിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അതിന് പുറമെ ആനക്കരിമ്പും പൈനാപ്പിളും ആപ്പിളും തുടങ്ങി വിവിധ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആനയൂട്ടിന് നൽകുക. എന്താണെങ്കിലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. 9:45-ഓടെയാണ് ഈ ആനയൂട്ടിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. മഴ നനഞ്ഞ് നിൽക്കുകയാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഉടൻ തന്നെ ആരംഭിക്കും. CV അനുമോദാണ് അവിടെ